ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എയ്ഡൻസ് വേൾഡ്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഒരു പാക്കേജിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. 2 ബോക്സിലായിട്ടാണ് വന്നേക്കുന്നത്. കാരണം രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളുണ്ട്. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് കാണാൻ കുറേയൊക്കെ എനിക്കറിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ അത് ഓപ്പൺ ചെയ്ത് കാണാനും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നൊക്കെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുമ്പോൾ ഒത്തിരി ടൈം ആവും. അപ്പം ഞാൻ ഇതെല്ലാം പൊട്ടിച്ചിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ കുറെ എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഗഡീസ് എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനമുണ്ട്. അതുപോലെ തന്നെ മിക്കുവിന് സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറെ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പൊട്ടിച്ച് കാണാം കേട്ടോ. ഇതാട്ടോ ഗഡീസിന് നാട്ടിൽ നിന്ന് വന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം, ഗഡീസിൻ്റെ നെറ്റിപ്പട്ടം. ഇത്രയും സാധനങ്ങളാട്ടോ നമുക്ക് നാട്ടിൽ നിന്ന് കൊറിയറായിട്ട് വന്നിട്ടുള്ളത്. ഈ ടേബിൾ നിറച്ച് സാധനങ്ങളുണ്ട്. ഒരു 34-35 കിലോൻ്റെ സാധനങ്ങൾ നമുക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു 35 കിലോൻ്റെ അടുത്ത് സാധനങ്ങൾ നാട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ രീതിയിൽ ഒരു ബേബി ഷവർ നടത്താൻ പ്ലാൻ ഉണ്ട്. മുൻപ് ജെൻഡർ റിവീൽ നടത്തണമെന്ന് വിചാരിച്ചു, അതൊന്നും പറ്റിയില്ല, പാളിപ്പോയി. അപ്പോൾ ചെറിയ രീതിയിൽ ബേബി ഷവർ നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം നടത്താമെന്ന് വിചാരിച്ചത് മമ്മി ഓൾറെഡി സ്വീറ്റ്സ് സാധനങ്ങൾ നാട്ടിൽ നിന്ന് അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കതായിട്ട് പരിപാടിയായിട്ട് നടക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ, അത് ഏത് രീതിയിലൂടെ എത്തുമെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ കുഴലപ്പ് മമ്മി ഇങ്ങനെ ഒരു ബോക്സ്, ഇങ്ങനത്തെ വലിയൊരു ടിന്നിലാക്കിയാണ് കൊടുത്തു വിട്ടത്. പക്ഷെ എന്നാലും എങ്കിൽ പോലും ഇത് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു പൊട്ടു എന്നുള്ളത്. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഇതിലാക്കിയത്. പിന്നെ ഇത് രണ്ടും ഇതേപോലെ തന്നെ അച്ചപ്പം ആണ്. അച്ചപ്പം ഇതേപോലെ തന്നെ പൊട്ടിയിട്ടുണ്ട്, ഒടിഞ്ഞിട്ടുണ്ട്. ഒടിയാതിരിക്കാനാണ് ഇങ്ങനെ ബോക്സിലാക്കിയത്. പക്ഷെ എക്സ്പെക്റ്റ് ചെയ്തതാണ്. അടക്ക് ഐനാസ് എന്ന് പറയും. തൃശ്ശൂരൊക്കെ ഇനി ഐനാസ് എന്നാ പറയാ. ആള് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു വിട്ടതാ. അടക്കിന്റെ ഒരു 2 പാക്കറ്റ്. ഇതും സെയിം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വിഷയമില്ലല്ലോ, പൊടിഞ്ഞാലും കഴിക്കാൻ കിട്ടിയാൽ മതിയല്ലോ. പിന്നെ ഇത് ലഡു ആണ്. എനിക്ക് മിക്കുവിൻ്റെ ഇതിന് അങ്ങനെ മധുരം കഴിക്കാനൊന്നും തോന്നലുണ്ടായിരുന്നില്ല. പക്ഷെ ഈ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് കൂടുതലും മധുരത്തോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഈ പേട, ലഡു ഇതൊക്കെ കഴിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു. ലഡു വലിയതായിട്ട് അങ്ങനെ ഉടഞ്ഞിട്ടില്ല, ഞെങ്ങിയിട്ടുണ്ട്, ഷേപ്പ് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പൊടിഞ്ഞു പോയിട്ടില്ല. ഇതൊക്കെ തിന്ന് എനിക്കിനി ഇതുവരെ ഷുഗർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ തിന്ന് ഇനി ഷുഗർ വരാമോ? പിന്നെ തേനിലാവിന്റെ ഇതും ഗഡീസ് പറഞ്ഞിട്ട് അയച്ചേക്കുന്നതാണ്. പണ്ടത്തെ തേനിലാവിന്റെ അത്രയുള്ള തേനുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഇത് 2 പാക്കറ്റ് ഉണ്ട്. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഹൽവയാണത്. എങ്ങനെ നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ താഴെ വെക്കട്ടെ. ഇനി ലഡുവിന്റെ കൂട്ടുകാരൻ ജിലേബി. എന്താ മനസ്സിലായില്ല, മിക്സറാണ് കേട്ടോ. വീട്ടിൽ നിന്ന് നന്നായിട്ട് പാക്ക് ചെയ്തെന്ന് പറഞ്ഞേ പൊട്ടിക്കാൻ നല്ല ടൈം പിടിക്കുന്നുണ്ട്. അയ്യോ, മിച്ച പൊട്ടി. മിച്ചറിന്റെ കവർമ്മ കയറി പൊട്ടിച്ച്. എരിവുള്ളതും എരിവില്ലാത്ത മിച്ചറാണ് കേട്ടോ. ഞാൻ കവർ ഇത്തിരി പൊട്ടിച്ച്. അപ്പൊ ഞാൻ സൂക്ഷിച്ചെടുത്ത് വയ്ക്കട്ടെ.
വീട്ടിലുണ്ടാക്കിയ കായ വറുത്തതാണ്. അതൊരു 3 പാക്കറ്റ് ഉണ്ട്. അവലോസ് ഉണ്ടാവും. അവലോസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ എനിക്ക് പാൽപ്പേട വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ പാൽപ്പേട കടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൂടി ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെറിയ ചെറിയ പാൽപ്പേടയില്ലേ നമ്മുടെ കടകളിൽ ഇരിക്കുന്നത്, അതാണ് കിട്ടിയത്. അപ്പോൾ അത് ഇത്രയാണ് സ്വീറ്റ്സ് സ്നാക്സ് ഐറ്റംസിൽ ഉള്ളത്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഒരു സാധനം ഉണ്ട്, അത് ഞങ്ങൾ ഇന്നലെ മിക്കും ഞാനും കഴിച്ചു. മറ്റേ പഴം വറുത്തതില്ലേ, അത് ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ കണ്ടപ്പോൾ തന്നെ പാക്കറ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കഴിക്കല് തുടങ്ങി. തീരാറായി. എനിക്ക് പഴം വറുത്തതിനോട് അത്ര വലിയ ആഗ്രഹമില്ല. കായ വറുത്തത് നമ്മുടെ ഫേവറേറ്റാണ്. നമ്മുടെ അടുത്ത് നമ്മുടെ SOS പേപ്പർ വാഴയില്ലേ, അത് കൊടുത്തുവിടാൻ പറയണ്ടേ. അപ്പോൾ ഒരു ബണ്ടിലായിട്ടുള്ള ഒരിത് വെറുതെ നമ്മളിപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇതിൽ കൊടുക്കാം എന്നുള്ളത്. പിന്നെ ഈ ബേബി ഷവറിൻ്റെ പരിപാടിക്കും ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇലയൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ വിഭവങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇലയെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. നമുക്ക് നാട്ടിലെ പോലെ പോയി വേഗം പൊട്ടിച്ച് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് പേപ്പർ വാഴയില ഉണ്ട്. പിന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് ഒരു തവ, മറ്റേ ഇരുമ്പ് ഷീറ്റ് ഇല്ലേ, കാസ്റ്റ് ആണ് അല്ലാണ്ട് ഇരുമ്പ് ഷീറ്റിന്റെ ഒരെണ്ണം നോക്കി, പക്ഷെ ആ കടയിൽ ഉണ്ടായില്ല. അപ്പൊ അലുമിനിയത്തിന്റെ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ചൂടാക്കാൻ അല്ലെങ്കിൽ പൊറോട്ട ചൂടാക്കാൻ. എൻ്റെ അടുത്ത് ദോശയ്ക്കുള്ള ദോശക്കല്ലുണ്ട്, മറ്റേ കാസ്റ്റ് അയണിന്റെ ദോശക്കല്ലുണ്ട്. അപ്പൊ ഈ ചപ്പാത്തി ചൂടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ടയ്ക്കും വേണ്ടിയിട്ടാണ് ഇത്. നോൺ സ്റ്റിക്കിന്റെ വേണ്ടായിരുന്നു. നോൺ സ്റ്റിക്കിന്റെ അല്ലാണ്ട് ഇത് അലുമിനിയം അല്ലെങ്കിൽ മറ്റേ ഇതാണ് ഞാൻ പ്രിഫർ ചെയ്തത്. അപ്പോൾ അത് ഉണ്ട്. ഇത് മറ്റേ നമ്മുടെ പൊടികൾ, മസാലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ബാക്കിയെല്ലാം ഉണ്ട്. മുളക് പൊടി മല്ലിപ്പൊടി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അത് അയച്ചതാട്ടോ. നമ്മുടെ ഗുലാബ് ജാമുന്റെ പാക്കറ്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടൂലേ, അതാണ്. പിന്നെ നമ്മുടെ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് ഞാൻ തൈക്കാട്ടുശ്ശേരി കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പണ്ടത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, തൈക്കാട്ടുശ്ശേരി പ്രസവരക്ഷ മരുന്നുകൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ സെയിം മരുന്നുകളല്ല ഈ പ്രാവശ്യം വന്നിരുന്നത്. ഞാൻ ഓൺലൈനായിട്ട് ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു, കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടർ എഴുതി തന്നിട്ട് അയപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്തരം മരുന്നുകളല്ല, അതിനേക്കാൾ കുറവുമാണ്. സെയിം മരുന്നുകളല്ല, കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. എന്നാൽ ഡോക്ടർ പറഞ്ഞു ചിലതൊക്കെ സെയിം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ. എന്താണെന്നറിയില്ല. ഇതെന്തായാലും നമുക്ക് പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുറത്താണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ കോൺടാക്ട് നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരാം. നമ്മൾ ബേബിക്ക് മറ്റേ 28 കെട്ടിന് കെട്ടാൻ വേണ്ടിയിട്ടുള്ള നൂല് വാങ്ങിപ്പിച്ചതാണ്. കാരണം ഇവിടെ ഇങ്ങനത്തെ നൂലൊന്നും നമുക്ക് അങ്ങനെ കിട്ടൂലെന്നൊന്നും അറിയില്ല, കിട്ടൂലല്ലോ. അപ്പം അത് കാരണം നൂല് മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ മീനച്ചാറില്ല സ്രാവിൻ്റെ, അതാണ്. ഇത് ഈന്തപ്പഴവും നാരങ്ങയാണ്. അല്ല ഇതാട്ടോ സ്രാവിൻ്റെ അച്ചാർ. അപ്പം ഇതെന്തായിരുന്നു? ഇത് പാവയ്ക്കച്ചാറാണ്. ഇത് സ്രാവിൻ്റെ അച്ചാർ, ഇത് പാവയ്ക്കച്ചാറ്, ഈന്തപ്പഴം, നാരങ്ങ. ഇതൊക്കെ ഇച്ചിരി ലീക്കായി. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ നിന്നിട്ട കവറാണ് ഇങ്ങനെ. അതിന് മീൻസ് നമ്മള് ടേപ്പ് ഒട്ടിക്കുക ചെയ്തേ. അതിന്റെ പുറത്ത് കൊറിയറുകാരും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ അലുമിനിയം ഫോയിലിന്റെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഇത് ഇത്തിരി ലീക്ക് ആയിട്ടുണ്ട്. പക്ഷെ ബാക്കി എല്ലാം തന്നെ അവർ കവർ ചെയ്ത കാരണം ഒന്നുമേക്കും പടർന്നില്ല, ഒന്നിനും നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. ഇവിടെ തന്നെ ഇങ്ങനെ പറ്റി പിടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ അച്ചാറുകൾ. 3 ടൈപ്പ് അച്ചാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വേപ്പിലക്കട്ടിയാണ്, കറിവേപ്പിലക്കട്ടിയാണ്. അമ്മച്ചിയുടെ പപ്പയുടെ അമ്മയുടെ കറിവേപ്പിലക്കട്ടിയുടെ ഭയങ്കര ഫാനാണ് ഞാൻ. പക്ഷെ അത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അലുമിനിയം ഫോയിലിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കവറിലാക്കി ടൈറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇതിപ്പോ നല്ല എന്താ പറയാ, എനിക്ക് മണം കിട്ടുമ്പോൾ തന്നെ സാധാരണ പൊടിയായിട്ടായിട്ട് ഇരിക്കുക. പക്ഷെ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വന്നുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, ഇതിങ്ങനെ
കല്ല് പോലെ ആയിപ്പോയത്. ഇതെനിക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ഉടച്ചെടുക്കണം. അയ്യോ, ഇത് മറ്റേ യൂദാപുരം പള്ളിയില്ലേ, യൂദാസ്ലിഹയുടെ അവിടുത്തെ നേർച്ചയാണ് കേട്ടോ. അവിടെ ഒക്ടോബർ മാസത്തിൽ പെരുന്നാൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മമ്മി വാങ്ങിച്ചു വെച്ചതാണ്. എപ്പോഴെങ്കിലും കൊടുത്തുവിടാനും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുറച്ച് നാളിരിക്കുമല്ലോ ഇത്, അപ്പോൾ അത് എടുത്തു വെച്ചതാണ് മമ്മി. എന്തായാലും കൊറിയർ വിടാനുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് ആ സമയത്തേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ചതാണ്. ഇത് കറിവേപ്പില വെയിലത്ത് വെച്ച് ചൂടാക്കി കൊടുത്തുവിട്ടു കേട്ടോ. ഇതിപ്പോൾ ഞാനിതിന് മുന്നേ ഇങ്ങനെ കറിവേപ്പില ചൂടാക്കി അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. കൊറിയർ അയച്ചപ്പോഴാണ് ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇതൊന്നും പ്രാവശ്യം ട്രൈ ചെയ്തൊക്കെ. ഉണക്ക കറിവേപ്പിലിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. കറിവേപ്പിലേക്ക് ഭയങ്കര വിലയാണ്. ഒരു 3-4 ഇതളുള്ള തണ്ടിന് തന്നെ ഒരു പൗണ്ട് ഉണ്ടാക്കാം, 100 രൂപ കൊടുക്കണം. അപ്പം അത് കാരണം അതിങ്ങനെ ഉണക്കിയിട്ട് കൊടുത്തു വിട്ടേക്കാം. എന്താണ്, ഞാൻ പൊട്ടിക്കുന്നില്ല, ഉണക്കിയിട്ട് കൊടുത്തു വിട്ടതാ. ഉപയോഗിച്ച് നോക്കണം. പിന്നെ ഇത് ഗരം മസാലയുടെ കൂട്ടാണ്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഗരം മസാലയുടെ കൂട്ട് വാങ്ങിക്കുന്നത് മറ്റേ ആയുർവേദ കടയിൽ നിന്നാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ല, ആയുർവേദ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതാണ് ഗരം മസാലയുടെ കൂട്ടാണ്. ഇത് നമ്മുടെ ഉണക്കമീനാണ് കേട്ടോ. ഉണക്കമീനും പിന്നെ വേറൊരു സാധനം കൂടി ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ അയക്കാൻ പറഞ്ഞൊരു സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. മീൻസ് ഞാൻ ഈ തുറന്നു നോക്കിയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് ഇതിനുള്ളിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കാം. ഇത് നമ്മുടെ നങ്ക് മാന്തൽ എന്ന് പറയുന്ന ഒരു ഫിഷാണ്. നമ്മുടെ കൊറിയർ അയക്കുമ്പോൾ ഒക്കെ നിർബന്ധമായിട്ട് പല്ല് വെക്കാൻ പറയുന്ന ഒരു സാധനമാണ്. മമ്മി വാങ്ങിച്ചു വെക്കാറുണ്ട്. ലേഡീസിന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പിന്നെ ഇല്ല, ആ സാധനം ഇല്ല. ഇതും മീൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ കൂർക്കയാണ് ഞാൻ പറഞ്ഞു വന്ന സാധനം. പക്ഷെ കൂർക്ക് കാണാനില്ല. കൂർക്ക് അയക്കാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോ അതിന് മണ്ണൊക്കെ ഉള്ള കാരണം അയക്കാൻ പറ്റിയില്ല എന്താണെന്ന് അറിയില്ല. ഇതിന്റെ മീനുകളാണ്, ഉണക്കമീൻ തന്നെയാണ്. ഉണക്കമീന്റെ പാലോണ്ട് ഇതെന്ത് മീനാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. എന്ത് മീനാണ് ഈ മീൻ? ഞാനങ്ങനെ വാങ്ങിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ 2 കൂട്ടം മീനുണ്ട്. കൈ വാഷ് ചെയ്തിട്ട് വരാം, കാരണം അടുത്തെടുക്കുന്ന സാധനത്തുമ്പോൾ അല്ലെങ്കിൽ മീനിന്റെ മണം വരും. ഡ്രസ്സാണ് ഇട്ടത്. മിക്കുവിന് വേണ്ടിയിട്ടുള്ള സാധനം കേട്ടോ. മിക്കുവിന് ക്ലേ മമ്മി കൊടുത്തിട്ടുണ്ട്. അവന് ക്ലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവന് ചെസ്സിന്റെ ബോർഡ് വേണമെന്ന് പറഞ്ഞിട്ട് ചെസ് ബോർഡും അതിൻ്റെ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവന് നമ്മുടെ വീട്ടിലൊരു ചെറിയ കടയുണ്ട്. അപ്പൊ കടയില് അവന് മാംഗോ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെറിയ ചെറിയ ടിന്നിൽ തന്നെ ജ്യൂസ്. അപ്പൊ അത് കൊടുത്തുവിടാൻ പറഞ്ഞിട്ട് മമ്മി ഇത് അത് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ പൊട്ടിച്ച് കുടിച്ചായിരുന്നു, ബാക്കി വെച്ചതാട്ടത്. അതാണ് മിക്കുവിന് വേണ്ടിയുള്ള സാധനങ്ങള്. ഇനി എനിക്ക് വളകാപ്പിന്റെ പരിപാടി നടത്തണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു സാരി വാങ്ങിച്ചു കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ സാരി ഞാൻ എനിക്ക് നല്ല ഇഷ്ടമായി സാരിയുടെ കളർ. എൻ്റെ ഇല്ലാത്തൊരു കളറാണ്. ഗ്രീനാണോ ബ്ലൂ ആണെന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആട്ടോ. അങ്ങനെ ഒരു സാരി. ബ്ലൗസൊക്കെ എൻ്റെ അവിടെ ഇരുന്ന ഒരു ബ്ലൗസിന്റെ ഒരു അളവ് വെച്ച് അങ്ങോട്ട് കൊടുത്തു വിട്ടതാ. കുറച്ച് ടൈറ്റ് ഉണ്ടെന്ന് അയച്ചിടാൻ ഉണ്ട്. അപ്പൊ ഈ സാരി അതിന്റെ ബ്ലൗസ് ഇത്തിരി ലൂസ് ഉണ്ട്. അപ്പൊ അയച്ചെന്തായാലും പണിയണം. അതിന്റെ പാവാട. ഇത് പിന്നെ മിക്കുവിന്റെ മാമോദീസയുടെ സാരിയാണ്. അപ്പൊ അത് വീട്ടിലിരുന്നപ്പോ ഞാൻ പറഞ്ഞു വെറുതെ കൊടുത്തു വിട്ടേക്കും. ഇവിടെ പള്ളിയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ സാരി എടുക്കണമെന്നുണ്ടെങ്കിൽ ഉടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് പിന്നെ ഇത് മിക്കുവിന്റെ ബർത്ത്ഡേയുടെ സാരിയാണ്. ബർത്ത്ഡേക്ക് വാങ്ങിച്ച സാരിയാണ്. അപ്പൊ അതും കൊടുത്തുവിടാൻ പറഞ്ഞു. അപ്പൊ അതും കൊടുത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ 3 സാരി അങ്ങനെ നമ്മുടെ മെറ്റേണിറ്റി ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അന്ന് ഒത്തിരി പൈസയൊന്നുമില്ല. ഞാൻ വേറൊരു ടീമിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് എനിക്ക് കുഴപ്പമില്ല, വലിയ ഇഷ്ടമായൊന്നുമില്ല. എന്നാൽ നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ പരിചയപ്പെടുത്തിയ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആയിരുന്നു കേട്ടോ. നല്ല പൈസ,
കോട്ടൺ നൈറ്റിക്ക് നല്ല പൈസ. ഇത് നല്ല നല്ല കോട്ടനാണ്, നല്ല ഞാൻ ഇട്ട് നോക്കിയിട്ട് നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനതിൻ്റെ 3-1 പൈസയേ ഉള്ളൂ. എനിക്കത് നല്ല ഇഷ്ടമായി. എന്തായാലും ഞാൻ 4 പറഞ്ഞിട്ടുണ്ട്. നല്ല എനിക്ക് ഇഷ്ടമായി സംഭവം. അപ്പോൾ 4 ഓർഡർ ചെയ്ത് വാങ്ങിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഗൂഗിൾ എൻ്റെ ആ പുള്ളിക്കാരത്തിൽ കണ്ടത്, അത് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബിൽ പരിചയപ്പെടുത്തിയതാണ്. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പം അങ്ങനെ ഒരു 4 മെറ്റേണിറ്റി നൈറ്റി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊറിയർ അയക്കുമ്പോൾ ഒക്കെ ഞാൻ മമ്മിയോട് 1-2-3 തോർത്ത് വെച്ചോളാൻ പറയും. കാരണം ഞങ്ങളിപ്പോഴും നാട്ടിലെ തോർത്ത് തന്നെയാണ് യൂസ് ചെയ്യുക. ടവൽ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾക്ക് തോർത്ത് തന്നെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടൊന്നും ഉപയോഗിക്കാത്ത ഇരിപ്പുണ്ട്. പക്ഷെ എന്നാലും ഞാൻ തോർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണിത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് സാരിക്ക് ഇടാനുള്ള മാലയും ഒരു വളയും ഒരു കമ്മല് ആണുണ്ടാവും. അപ്പൊ ഇത്രയൊക്കെയാണ്. എന്നാലും എനിക്ക് കൂർക്ക വരാത്തതിൽ സങ്കടമുണ്ട്. അത് ആ ചേട്ടനോട് ചോദിച്ചു നോക്കണം, എന്താ കൂർക്ക ഇനിയിപ്പോ അങ്ങനെ കൂർക്ക അയക്കാൻ പാടില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എന്താണെന്നൊന്ന് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു നോക്കണം. ഞാൻ അതിൽ പ്രതീക്ഷിച്ചായിരുന്നു, ഈ ടൈറ്റ് ചെയ്ത് പൊട്ടിക്കാത്ത കവറിൽ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം കിട്ടാം. പിന്നെ വേറെ ഒരു സാധനം കൂടി ഉണ്ട്. ഇത് നമ്മുടെ ഒരു സാധനമല്ല, വേറൊരു സാധനം കൂടി ഉണ്ട്. ഇത് മറ്റേ ഈ നമ്മുടെ അടുപ്പിന്റെ പുറത്ത് വെക്കണ ഒരു 2-3 സാധനമാണ് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് പോലെയുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന പാത്രങ്ങളൊക്കെ അത് വെക്കുമ്പോൾ അത് ആടി കളിച്ച് താഴേക്ക് പോകും. പല പ്രാവശ്യം ഇങ്ങനെ ചൂടോടുകൂടി സാധനങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയപ്പിച്ചതാണ് കേട്ടോ. പിന്നെ നമുക്കിവിടെ കുറച്ച് സമ്മറാകുമ്പോൾ നടാൻ പറ്റിയിട്ട് കുറച്ച് വെണ്ട വിത്ത്, പയർ വിത്ത്, ചീര വിത്ത് അതുകൂടെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നാട്ടിൽ നിന്ന് വന്ന സാധനങ്ങൾ. അത്യാവശ്യം കുറെ സാധനങ്ങളുണ്ട്. നമ്മളെപ്പോഴും 10 കിലോ അല്ലെങ്കിൽ 20 കിലോ ആണ് നമ്മൾ ഒരു 2-3-4 പ്രാവശ്യമായിട്ട് നമ്മൾ കൊറിയർ ചെയ്തിട്ടുണ്ട്. 10 കിലോ അല്ലെങ്കിൽ 20 കിലോ അങ്ങനെയാണ് അയക്കാറ്. ആദ്യമായിട്ടാണ് 35 കിലോ അയച്ചത്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് നാട്ടിൽ നിന്ന് വന്ന കൊറിയർ. നമുക്ക് നാട്ടിൽ നിന്ന് സാധനങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. കാരണം ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും, സ്വീറ്റ്സ് എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരിക അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി കൊടുത്തു വിടുക എന്ന് പറയുമ്പോൾ അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അച്ചാറുകൾ, മമ്മിയുടെ മീനച്ചാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇനി നോക്കണം, അതൊക്കെ കഴിക്കണം. അതൊക്കെ കഴിച്ച് ഞാൻ ഇപ്പം തന്നെ എനിക്ക് അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഞാൻ എന്താണെന്ന് അറിയില്ല. ഇനി 3 മാസം കൂടി ഉണ്ട്. ഇപ്പം എനിക്ക് 7ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മാർച്ചിലാണ് എൻ്റെ ഡ്യൂ ഡേറ്റ് തന്നെ. അപ്പോൾ അതൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വണ്ണം വെച്ച് എന്താവും അറിയില്ല. മീൻസ് വണ്ണം വയ്ക്കല്ല, കൊച്ചിൻ്റെ വെയിറ്റ് ഓവർ ആവരുതല്ലോ, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.